നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും കൂടുതൽ പാടി നടന്ന പാട്ട് പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാരടിയാണ്. എന്നാൽ അപ്പോഴും പ്രഭാകരൻ കോട്ടപ്പള്ളിയുടെ തട്ട് താണു തന്നെയിരുന്നു. സ്വർണക്കൊള്ളയും ഗർഭകഥയും ചൂടേറിയ പ്രചാരണ ആയുധങ്ങളായി തദ്ദേശത്തിൽ കത്തിപ്പടർന്നിരുന്നല്ലോ. അവിടെയും ശ്രീനിവാസന്റെ സന്ദേശം തന്നെ തിളങ്ങി. എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് ചൂടിൽ ശ്രീനിവാസന്റെ സിനിമയ്ക്ക് വലിയ റോളുണ്ട്. പ്രത്യേകിച്ച് CPM-നെ അടിച്ചിരുത്താൻ അവരുടെ കപടമുഖം വലിച്ചു കീറുന്ന ഡയലോഗുകൾ പണ്ടേക്ക് പണ്ടേ പടച്ചുവിട്ടിട്ടുണ്ട് ശ്രീനിവാസൻ. രാഹുൽ മാങ്കൂട്ടം ഗർഭകഥ പൊക്കിവന്ന CPM-നെ സന്ദേശം സിനിമയിലെ ഡയലോഗ് പ്രചരിപ്പിച്ചായിരുന്നു പ്രതിപക്ഷം നേരിട്ടതും മറുപടി കൊടുത്തതും. കുമാരപിള്ള സാറായി കസറിയ ശങ്കരാടിയുടെ ആ ഡയലോഗ് പറയാത്ത ഒരു മലയാളി പോലും ഉണ്ടാകില്ല. നമ്മുടെ പ്രധാന എതിരാളിയായ INSP പാർട്ടിയിൽ കൊള്ളാവുന്ന ചില ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാണ്. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണ് കേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാട്ടിക്കുകയാണ് വേണ്ടത്. ജനങ്ങൾ അവരെ കാർക്കിച്ച് തുപ്പുന്ന പരിതസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. ഇതായിരുന്നു ശങ്കരാടി ആ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ്. അതായത് പാർട്ടിയുടെ താത്വിക ആചാര്യനായിട്ടാണ് കുമാരപിള്ള സാർ അതിൽ കസറിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് വന്നപ്പോൾ CPM-നെതിരെയുള്ള പ്രധാന ട്രോളും ഇതുതന്നെയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തെയും ഷാഫിയെയും ഒക്കെ ഒതുക്കാൻ CPM ഇനിയും പെണ്ണ് കേസുകൾ കൊണ്ടുവരുമെന്ന് ഈ ട്രോളുകൾ പടച്ചുവിട്ടുകൊണ്ട് മലയാളി മറുപടി കൊടുത്തു. തദ്ദേശത്തിൽ പോറ്റിയെ കേറ്റിയെ പാരടി നിറഞ്ഞപ്പോഴും കുമാരപിള്ള സാറും പ്രഭാകരൻ കോട്ടപ്പള്ളിയും അരങ്ങുവാണു. അതാണ് ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തിന്റെ ദീർഘവീക്ഷണവും എഴുത്തിന്റെ കരുത്തും. കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് വന്നിട്ടും കമ്മ്യൂണിസത്തിലെ ചില കപടതകളെ അദ്ദേഹം തന്റെ സിനിമകളിലൂടെ പൊളിച്ചെഴുതിയിരുന്നു. അപ്പോഴും അദ്ദേഹത്തെ VS ഉൾപ്പെടെ നേതാക്കൾ ചേർത്ത് നിർത്തിയ ചരിത്രമാണുള്ളത്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന നായനാരുടെ അതേ റോളാണ് ശ്രീനിവാസൻ എന്ന് പലപ്പോഴും പറയപ്പെടാറുണ്ട്. നായനാർക്ക് എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട്. അതുപോലെ ശ്രീനിവാസനും ആരെയും വിമർശിക്കാൻ കഴിയും. മമ്മൂട്ടിക്ക് പോലും ശ്രീനിവാസന്റെ വിമർശനങ്ങളിൽ പരിഭവം ഉണ്ടായിരുന്നില്ല. അഴകിയ രാവണനിലെ കഥാപാത്രത്തിന് മമ്മൂട്ടിയുമായി സാമ്യമുണ്ടെന്നൊക്കെ ശ്രീനിവാസൻ ഒരിക്കൽ തുറന്നടിച്ചിരുന്നു. അതുപോലെ രാഷ്ട്രീയ അസംബന്ധങ്ങളെയും അദ്ദേഹം പലകുറി വിചാരണ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം തുറന്നു കാട്ടിയിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് സന്ദേശം എന്ന സിനിമ. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇറങ്ങിയ ഒരു സിനിമയാണ്. ആ സിനിമയ്ക്ക് ഇന്നും നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒരു റോൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം എത്രത്തോളം ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് 3.5 പതിറ്റാണ്ട് മുൻപ് ശ്രീനിവാസൻ സന്ദേശം സിനിമയിൽ എഴുതിയത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും കേരളം ചർച്ച ചെയ്തു. ഈയിടെ സത്യൻ അന്തിക്കാട് പറഞ്ഞു, ഇനി എത്ര കാലം എടുത്താലും ഈ ചിത്രത്തിന്റെ പ്രസക്തി നിലനിൽക്കും. സന്ദേശത്തിൽ ഇത് മരിച്ചയാളുടെ ഡെഡ് ബോഡിയാണെന്ന് പറയുന്ന സംഭാഷണവും ഇന്നും രക്തസാക്ഷികളെ സൃഷ്ടിക്കാനുള്ള കോപ്രായങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരാറുണ്ട്. 1991 സന്ദേശം സിനിമ എഴുതുമ്പോൾ തന്നെ ശ്രീനിവാസൻ സത്യൻ അന്തികാടിനോട് പറഞ്ഞിരുന്നു അത്രേ, ഇതിൽ എക്കാലത്തും ഓർമ്മിക്കപ്പെടാവുന്ന ഒരുപാട് ഡയലോഗുകൾ ഉണ്ടാകുമെന്ന്. 91 സാമ്പത്തിക ഉദാരീകരണത്തിനും കമ്മ്യൂണിസ്റ്റ് ചേരിയുടെ തകർച്ചയ്ക്കും ശേഷം ഇറങ്ങിയ സന്ദേശം പ്രബുദ്ധൻ എന്ന് മേനി നടിക്കുന്ന മലയാളിയുടെ ചില വ്യാജ ബോധങ്ങളെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നു. കുത്തക മുതലാളിയെന്നോർത്ത് ഞെട്ടിവിറയ്ക്കുന്ന പ്രഭാകരൻ കോട്ടപ്പള്ളി എന്ന കമ്മ്യൂണിസ്റ്റ് അക്കാലത്തിന്റെ ഒരു ചിത്രീകരണമായിരുന്നു. ലോകത്താദ്യമായി കമ്മ്യൂണിസത്തിൽ നിന്ന് മോചനമുണ്ടായ രാജ്യമാണ് പോളണ്ട്. ആ തകർച്ചയെക്കുറിച്ച് പറയുമ്പോഴാണ് പ്രഭാകരൻ കോട്ടപ്പള്ളി കലിതുള്ളിയിട്ട് പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറയുന്നത്. ചിത്രത്തിൽ നമ്മൾ എങ്ങനെ തോറ്റു എന്നതിന് താത്വികമായ അവലോകനം നടത്തുന്ന പാർട്ടി താത്വികാചാര്യൻ കുമാരപിള്ള സാറിന്റെ അന്തർധാരയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അതൊക്കെ ഒരു വലിയ ട്രോളായിരുന്നു. എത്രയോ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഈ ഡയലോഗുകളൊക്കെ നിരന്തരം നമ്മുടെ രാഷ്ട്രീയ വേദികളിൽ ചർച്ചയാകുന്നതാണ്. അപ്പുറത്ത് സഹോദരൻ ജയറാമിന്റെ കഥാപാത്രത്തിലൂടെ കോൺഗ്രസിന് നന്നായി കൊടുക്കുകയും ശ്രീനിവാസൻ ചെയ്തു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രഭാകരൻ കോട്ടപ്പള്ളി എന്നത് സാമ്പത്തിക അന്ധവിശ്വാസങ്ങളുടെ തടവറയിലായിരുന്നു. സന്ദേശം സിനിമയിൽ പ്രഭാകരൻ കോട്ടപ്പള്ളിയായി തകർത്തഭിനയിച്ച ശ്രീനിവാസൻ ഓരോ തലമുറയിലെയും ചെറുപ്പക്കാരെ രാഷ്ട്രീയത്തിന്റെ പല കപടതകളും തുറന്നു കാണിച്ചു കൊടുക്കുന്നതാണ്. അതായത് ആശയങ്ങളുടെ പടുകുഴിയിൽ ചോര തിളയ്ക്കുന്ന ആശയങ്ങൾ ഉള്ളിൽ പേറി നടക്കുന്ന ഒരു ശരാശരി ചെറുപ്പക്കാരൻ. എന്നാൽ അയാൾ പിന്നീട് പലതും തിരിച്ചറിയുകയാണ്. ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തത് എന്തൊക്കെയാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്തത് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു തിരിച്ചറിവ് കൂടി
ഈ പ്രഭാകരൻ കോട്ടപ്പള്ളിയിൽ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാരെ പലതും ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. എന്തിലും ഏതിലും രാഷ്ട്രീയം കുത്തിക്കലർത്തി ഘാട്ട് കരാറിൽ ഒപ്പിട്ടതിന്റെ പേരിൽ രാജ്യം തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അക്കാലത്തെ യുവത തന്നെയായിരുന്നു. ഇതുമായി സാമ്യമുള്ള മറ്റൊരു കഥാപാത്രത്തെ ശ്രീനിവാസൻ പിന്നീട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ലാൽ ജോസ് സംവിധാനം ചെയ്ത അറബിക്കഥയിലെ ക്യൂബ മുകുന്ദൻ. കമ്മ്യൂണിസ്റ്റ് സ്വപ്നങ്ങളിൽ വിശ്വസിച്ച് ചൈനയെ പ്രണയിക്കുന്നു. കൊക്കക്കോള കുടിക്കാത്ത മുകുന്ദൻ ഒടുവിൽ ഗൾഫ് രാജ്യത്തിലെത്തി. പാർട്ടിയാൽ തന്നെ വഞ്ചിക്കപ്പെടുന്ന കഥയും മലയാളിക്ക് എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. താൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി തന്നെ പ്രേക്ഷകൻ ഉൾക്കൊള്ളാൻ പാകത്തിൽ ആവിഷ്കരിക്കപ്പെടണമെന്ന ശാഠ്യകാരനായിരുന്നു ശ്രീനിവാസൻ. സിനിമ പോലെ ഒരു ജനകീയ കലാരൂപത്തിന് അത്തരമൊരു സമീപനം അനിവാര്യമാണെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇറങ്ങി വർഷങ്ങൾക്കിപ്പുറവും നിലനിൽക്കുന്ന ഇത്തരം സംഭാഷണങ്ങൾ അടിവരയിടുന്നതും അതുതന്നെയാണ്. സന്ദേശം എന്ന സിനിമയിൽ യശ്വന്ത് സഹായിജിയുടെ നാരിയൽ കാ പാനി, ഇളനീര് വെള്ളം വേണമെന്നുള്ള ആ പ്രയോഗം മലയാളിയുടെ രാഷ്ട്രീയ അസംബന്ധങ്ങളെ പരിഹസിക്കാൻ ശ്രീനിവാസൻ കണ്ടെത്തിയ ഏറ്റവും മൂർച്ചയുള്ള ആയുധമായിരുന്നു. ഡൽഹിയിൽ നിന്നെത്തുന്ന കേന്ദ്ര നേതാവിനെ സ്വീകരിക്കാൻ തടിച്ചുകൂടുന്ന പ്രാദേശിക നേതാക്കളുടെ പൊള്ളത്തരവും വ്യക്തിപൂജയും ഈ ഒരൊറ്റ രംഗത്തിലൂടെ അദ്ദേഹം തുറന്നുകാട്ടി. സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഗൗരവതരമായ വിഷയങ്ങളെക്കാൾ ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്ന രാഷ്ട്രീയ സംസ്കാരത്തെയും ശ്രീനിവാസൻ പൊളിച്ചെഴുതി കാണിച്ചിരുന്നു ആ സിനിമയിൽ. യശ്വന്ത് സഹായി എന്നത് വെറുമൊരു കഥാപാത്രമല്ല, മറിച്ച് അണികളെ വിഡ്ഢികളാക്കി അടക്കി ഭരിക്കുന്ന അധികാര കേന്ദ്രങ്ങളുടെ പ്രതിരൂപമാണ്. കോൺഗ്രസിന് ഇതിലും വലിയൊരു കൊട്ട് ആ ഒരു കഥാപാത്രത്തിലൂടെ കൊടുക്കാൻ മറ്റൊരു രീതിയിലും കഴിയില്ല. ഒരു തുള്ളി ഇളനീർ വെള്ളത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്ന അണികളുടെ അവസ്ഥയിലൂടെ രാഷ്ട്രീയത്തിലെ അടിമത്ത മനോഭാവത്തെ ശ്രീനിവാസൻ തുറന്നുകാട്ടി. ഒരേ വീട്ടിൽ രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവങ്ങളിൽ നിൽക്കുന്ന സഹോദരങ്ങളിലൂടെ കേരളത്തിലെ രാഷ്ട്രീയ അസംബന്ധങ്ങളെയും അദ്ദേഹം പൊളിച്ചെഴുതി കൊടുത്തു. താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനു വേണ്ടി കുടുംബത്തെയും സ്വന്തം ജീവിതത്തെയും ബലി കൊടുക്കുന്ന യുവാക്കളുടെ പൊള്ളത്തരം ശ്രീനിവാസൻ തന്റെ മൂർച്ചയുള്ള വരികളിലൂടെ കാണിച്ചു കൊടുത്തു. രാഷ്ട്രീയ പ്രവർത്തനം എന്നത് കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വം കൂടിയാണെന്ന വലിയ സന്ദേശം ആ ചിത്രം നൽകുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഈ പറയുന്ന പ്രഭാകരൻ കോട്ടപ്പള്ളിയും കുമാരപിള്ള സാറും ഒക്കെ തന്നെ അരങ്ങുവാണു. പോറ്റിയെ കേറ്റിയെ എന്ന ഗാനമൊക്കെ വലിയ ഹിറ്റായി നിൽക്കുമ്പോഴും മലയാളിക്ക് അപ്പോഴും റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത് ശ്രീനിവാസന്റെ ഈ ചിത്രങ്ങളും അതിലെ ഡയലോഗുകളും തന്നെയാണ്. രാഷ്ട്രീയക്കാർക്ക് നല്ല ഒന്നാം തരം പുറം പൊളിയുന്ന അടികൾ തന്റെ എഴുത്തിലൂടെ കൊടുത്തിട്ടുണ്ട് ശ്രീനിവാസൻ.